ഹായ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള IVF പ്രൊസീജിയറെ കുറിച്ചാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കുകളും എല്ലാം അതിൽ ഉൾപ്പെടുത്തുകയും വേണം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ ഒരു പ്രിപ്പറേഷനാണ്. അതായത് നമ്മളൊരു IVF സെൻറ്ററിൽ എത്തുന്നു. നമ്മുടെ മെഡിക്കൽ കണ്ടീഷനെല്ലാം ഡോക്ടേഴ്സ് സ്റ്റഡി ചെയ്യുന്നു. നമ്മൾ മുന്നേ കാണിച്ചുള്ള ടെസ്റ്റ് റിസൾട്ടുകളും നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളും എല്ലാം പറഞ്ഞ് അവരൊരു കുറച്ച് ഫെർട്ടിലിറ്റി ടെസ്റ്റുകളൊക്കെ എല്ലാം നമ്മളെ നിർദ്ദേശിച്ച് നമ്മളെല്ലാം ചെയ്ത് അതിൻ്റെ റിസൾട്ടെല്ലാം വന്നതിന് ശേഷം ഡോക്ടേഴ്സ് നമുക്ക് ഒരു IVF ട്രീറ്റ്മെൻറ്റ് നിർദ്ദേശിക്കുന്നു. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നേരിട്ട് IVF ട്രീറ്റ്മെൻറ്റിലേക്ക് ഒരിക്കലും എവിടെയും പോകില്ല. IUI പോലുള്ള മറ്റ് ചില കാര്യങ്ങളും കാര്യങ്ങളും ചെയ്തതിന് ശേഷമായിരിക്കും കൂടുതലും IVFിലേക്ക് എത്തിച്ചേരുക. അതേസമയം നേരിട്ട് IVFിലേക്ക് എത്തിച്ചേരുന്ന ചില മെഡിക്കൽ കണ്ടീഷനുകളും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ കണ്ടീഷനെല്ലാം മനസ്സിലാക്കി IVFിലേക്ക് നമ്മൾ ഡോക്ടർ നിർദ്ദേശിക്കുന്നു. തുടർന്ന് നമുക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ബർത്ത് കൺട്രോൾ പിൽസിൽ തുടങ്ങി നമ്മുടെ മെഡിസിൻ സ്റ്റാർട്ട് ആവുകയാണ്. അതിനുശേഷം നമുക്ക് പീരീഡ്സിൻ്റെ സെക്കൻഡ് ഡേ തൊട്ട് നമുക്ക് ഫോളിക്കുലർ സ്റ്റിമുലേഷൻ ഹോർമോൺ ഇഞ്ചക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യപ്പെടുകയാണ്. അതായത് മോർ എഗ്ഗ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഇഞ്ചക്ഷൻ ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ഈ PCOD ഒക്കെ ഉള്ളവരെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ ഫോളിക്കിൾസ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഒന്നും കൂടി ഈസി ആയിരിക്കും കൂടുതൽ നമ്പർ ഓഫ് ഫോളിക്കിൾസ് ലഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ FSH ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. തുടർന്ന് നമുക്ക് ഈ ഫോളിക്കിൾസിൻ്റെയും ഹോർമോണിൻ്റെയും എല്ലാം മോണിറ്ററിങ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. കാരണം നമുക്ക് നിരന്തരം അൾട്രാസൗണ്ട് സ്കാനിങ് വജൈന വഴിയുള്ള സ്കാനിങ്ങൾ നടക്കുന്നുണ്ട്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ അല്ലെങ്കിൽ രണ്ടിടവിട്ട ദിവസങ്ങളിൽ നമുക്ക് ഈ സ്കാനിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് മെഡിസിൻ എടുക്കുന്നതോടൊപ്പം അതായത് 10-12 ദിവസത്തിനുള്ളിൽ നമുക്ക് ഫോളിക്കിൾസ് എല്ലാം ഒരു മെച്യൂരിറ്റി എത്തും. അപ്പോൾ നിരന്തരമുള്ള മോണിറ്ററിങ്ങിലൂടെ മാത്രമേ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഇത് ചെയ്ത് തുടർന്ന് പോകുന്നു. അതിനുശേഷം നമുക്കൊരു CG ട്രിഗർ ഷൂട്ട് ചെയ്യുന്നു. ആ ട്രിഗർ ഷൂട്ട് ചെയ്തതിന് ശേഷം അടുത്ത 36 മണിക്കൂറിനുള്ളിൽ നമുക്ക് നമ്മുടെ എഗ് പിക്കപ്പ് നടത്തേണ്ടത്. അങ്ങനെ നമ്മുടെ HCG ഇഞ്ചക്ഷൻ ചെയ്ത് നമുക്ക് എഗ് പിക്കപ്പിനുള്ള സമയം അല്ലെങ്കിൽ എപ്പോഴാണെന്നുള്ളത് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നു. അപ്പോൾ നമ്മളത് അതിനായി തയ്യാറായിരിക്കുന്നു. ഈ എഗ് പിക്കപ്പ് എന്നൊക്കെ പറയുന്നത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യങ്ങളാണ്, അതിൻ്റെ വിഷയമാണ്. അപ്പോൾ അതും നമുക്ക് വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അങ്ങനെ എഗ് പിക്കപ്പ് നടത്തുന്നു. നമ്പർ ഓഫ് ഫോളിക്കിൾസ് നമുക്ക് ലഭിക്കുമല്ലോ. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ഫോളിക്കിൾസിലും എഗ്ഗ് ഉണ്ടാവണം എന്നില്ല. മാത്രമല്ല നമുക്ക് എത്ര എഗ്ഗ് കിട്ടുന്നു എന്നനുസരിച്ചിരിക്കും നമ്മുടെ എംബ്രിയോസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എഗ് പിക്കപ്പ് നടത്തുന്നു. എഗ് പിക്കപ്പ് എന്ന് പറയുമ്പോൾ അതൊരു ചെറിയൊരു അനസ്തേഷ്യ വഴിയാണ് നമുക്ക് നടത്തുന്നത്. IVF പ്രൊസീജിയറിൽ ഒരു ക്രൂഷ്യൽ മൊമെൻറ്റ് തന്നെയാണ് എഗ് പിക്കപ്പ് എന്ന് പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് അറിയുന്നതാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇത് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ലല്ലോ. മാത്രമല്ല ഒരു 2 മണിക്കൂർ നമ്മൾ ഹോസ്പിറ്റൽ റെസ്റ്റ് ചെയ്യേണ്ടി വരുന്നു. അതിനുശേഷം ചെറുതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ. എന്നെ സംബന്ധിച്ച് എനിക്ക് വയറ് നല്ല പെയിനായിരുന്നു. ഒരു കൊളുത്തി വലിക്കുന്നൊരു വേദന ഉണ്ടായിരുന്നു. വജൈന വഴിയെല്ലാം നല്ല വേദനയായിരുന്നു. എൻ്റെ കൂടെ ചെയ്ത ചില ആളുകൾക്ക് പിക്കപ്പ് കഴിഞ്ഞതിന് ശേഷം ചെറിയ രീതിയിൽ ബ്ലീഡിംഗ് എല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ വിധത്തിലായിരിക്കും. എനിക്ക് ബ്ലീഡിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ നല്ല പെയിൻ ഉണ്ടായിരുന്നു. 2-3 ദിവസം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഹസ്ബൻഡിൻ്റെ സ്പേം കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് സെമൻ സാമ്പിൾ ത്രൂ മാസ്റ്റർബേഷൻ വഴി കളക്ട് ചെയ്യുന്നു. അതിൽ നിന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്പേമിനെ വേർതിരിച്ചെടുക്കുന്നു. അത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തെടുക്കുകയാണ്. ഇവിടെയും പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും മാസ്റ്റർബേഷൻ വഴി ആയിരിക്കില്ല നമ്മുടെ സെമൻ എടുക്കുക. മറ്റ് ചില മെഡിക്കൽ കണ്ടീഷനുകളുള്ളവർക്ക് മറ്റ് ചില ട്രീറ്റ്മെൻറ്റിലൂടെ മാത്രമേ സ്പേം കളക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് കടക്കുകയാണ്. അടുത്തത് ഇപ്പോൾ എഗ്ഗും ലഭിച്ചു കഴിഞ്ഞു, നമ്മുടെ സ്പേമും ലഭിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് ICSI. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു നമ്പർ ഓഫ് ഫോളിക്കിൾസ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഒരു 10 എഗ്ഗ് നമുക്ക് എല്ലാ ഫോളിക്കിൾസും എഗ്ഗ് ഉണ്ടാവണമെന്നുമില്ല. എങ്കിലും അവസാനം ഒരു 10 എഗ്ഗ് കിട്ടിയെങ്കിൽ നമ്മൾ ആ 10 എഗ്ഗിലേക്കും ഓരോ സ്പേമിനെ വീതം ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ 10 എഗ്ഗിലേക്കും സ്പേമിനെ ഇഞ്ചെക്റ്റ് ചെയ്താൽ പോലും ഈ 10ഉം എംബ്രിയോ ആകണമെന്നുമില്ല. അപ്പം അതെല്ലാം പല രീതിയിലുള്ള കാരണങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളോടിപ്പോൾ ഡോക്ടേഴ്സ് പിക്കപ്പ് കഴിഞ്ഞതിന് ശേഷം ഡോക്ടേഴ്സ് പറയും, നിങ്ങൾക്ക് ഇത്ര ഫോളിക്കിൾസ് ഉണ്ടായിരുന്നു, അതിൽ നിങ്ങൾക്ക് ഇത്ര എഗ്ഗ് ലഭിച്ചു എന്ന് പറയും അല്ലേ. അങ്ങനെ നമുക്ക് ഇത്ര എംബ്രിയോ ഉണ്ടെന്ന് ഡോക്ടേഴ്സ് പറയുന്നു. പിന്നെ ഉള്ളതാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ട്രാൻസ്ഫറും പല കാരണങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ചിലപ്പോൾ 2 ദിവസം മെച്യൂരിറ്റിയുള്ള
എംബ്രിയോസിനെ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. 3 ദിവസം മെച്യൂരിറ്റിയുള്ള എംബ്രിയോസിനെ ട്രാൻസ്ഫർ ചെയ്യും, 5 ദിവസം മെച്യൂരിറ്റിയുള്ള എംബ്രിയോസിനെ ട്രാൻസ്ഫർ ചെയ്യും. അതായത് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്നത് നല്ല സൂപ്പർ എംബ്രിയോസ് ആയിരിക്കും അത്. അപ്പോൾ അങ്ങനെയുള്ള എംബ്രിയോസിനെ ട്രാൻസ്ഫർ ചെയ്യും. ചില കണ്ടീഷനുകളിൽ നേരെ അത് ഫ്രീസ് ചെയ്ത് വെച്ച് 1-2 മാസങ്ങൾക്ക് ശേഷം ട്രാൻസ്ഫർ ചെയ്യുകയുണ്ട്. അപ്പോൾ നമുക്ക് എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് പലതരത്തിലാണുള്ളത്. അതും പല മെഡിക്കൽ കണ്ടീഷനുകളെ ആശ്രയിച്ചിരിക്കുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്ന ദിവസം വരെ നമുക്ക് മോണിറ്ററിങ് നടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അതായത് വജൈനൽ സ്കാനിങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ തിക്നെസ് എല്ലാം കറക്റ്റാണെന്ന് നോക്കി 7 മുതൽ 12 വരെ തിക്നെസ് ഉണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യും. എങ്കിൽ പോലും ഒരു എനിക്ക് തോന്നുന്നു 8 മുതൽ ഒരു 14 വരെയുള്ള ഇതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. എനിക്ക് 12 ഉണ്ടായിരുന്നു തിക്നെസ്. ആ സമയത്താണ് എൻ്റെ ട്രാൻസ്ഫർ ചെയ്തത്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതും അത്ര പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞൊരു 8-10 മിനിറ്റിനുള്ളിൽ ചെയ്യുന്നതാണ്. ഒരു നീഡിൽ വഴി നമുക്കത് ശരിക്കും കാണാം. കാരണം നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെയൊക്കെയാണ് എല്ലാവർക്കും ഉള്ള സംശയം, നമ്മുടെ എംബ്രിയോ തന്നെയാണോ, അത് മാറിപ്പോകുന്നുണ്ടോ. സബേനിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേര് ഒരു 4-5 പ്രാവശ്യമെങ്കിലും അവർ ഉച്ചത്തിൽ വിളിച്ച് ചോദിക്കും, ഇന്ന ആളാണോ, നിങ്ങളുടെ പേരെന്താണ്. കാരണം ഇതൊരു വലിയൊരു കടമ്പയാണല്ലോ. അപ്പോൾ നിരന്തരം അവർ നമ്മുടെ പേര് നമ്മളോട് പറയാൻ ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ അവർ ചോദിക്കുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ നമ്മൾ ഡോക്ടേഴ്സ് ചില കാര്യങ്ങൾ നിർദ്ദേശിക്കും. ഭക്ഷണം തലേ ദിവസം കഴിച്ച് ഇത്ര മണിക്കൂറിനുള്ളിൽ നിർത്തണം എന്നുള്ള ചില കാര്യങ്ങൾ പറയാറുണ്ട്. മാത്രമല്ല ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് ഒരുപാട് നേരമൊന്നും ഹോസ്പിറ്റലിൽ ചെലവഴിക്കേണ്ടതില്ല. അവിടെ അന്നേരം തന്നെ ഡിസ്ചാർജ് ആക്കുകയും ചെയ്യും. അങ്ങനെ നമുക്ക് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നു. ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം മോണിറ്റർ നമ്മളുടെ നേരെ തിരിച്ച് നമ്മുടെ എംബ്രിയോസ് ആണ് ട്രാൻസ്ഫർ ചെയ്തതെന്ന് കൃത്യമായിട്ട് ഡോക്ടേഴ്സ് നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. 1 അല്ലെങ്കിൽ 2. അത് നല്ല നമുക്ക് എത്ര എംബ്രിയോസ് കിട്ടിയെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള, അതിന് ഗ്രേഡിംഗ് ഉണ്ട്, നല്ല ഗ്രേഡില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള എംബ്രിയോസ് അത് ഒരെണ്ണമേ ഉണ്ടെങ്കിൽ 1 ട്രാൻസ്ഫർ ചെയ്യുകയുള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള എംബ്രിയോസ് 1 കൂടുതലുണ്ടെങ്കിൽ 1, 2, 3 വരെയൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് IVF-ൽ ഒരു എംബ്രിയോ ഉണ്ടായിരുന്നുള്ളൂ, അതാണ് ട്രാൻസ്ഫർ ചെയ്തത്. രണ്ടാമത്തിൽ എനിക്ക് 6 എംബ്രിയോസ് ലഭിക്കേണ്ടത്, പക്ഷേ 2 ട്രാൻസ്ഫർ ചെയ്തത്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. എംബ്രിയോസിൻ്റെ എണ്ണമെല്ലാം നമ്മളെ അറിയിക്കുന്നു. അങ്ങനെ നമ്മുടെ ട്രാൻസ്ഫർ വിജയകരമായി നടത്തി കഴിഞ്ഞു. IVF-ൻ്റെ നല്ലൊരു മൊമെൻ്റാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ആ ദിവസം മുതൽ നമ്മൾ ഒരു അമ്മയായി മാറുകയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു ജീവൻ നമ്മുടെ ഉള്ളിൽ അവർ നിക്ഷേപിച്ച് കഴിഞ്ഞു. അപ്പോൾ ട്രാൻസ്ഫറിന് ശേഷം നമുക്ക് പ്രൊജസ്ട്രോൺ മെഡിസിൻ വഴി നമ്മുടെ യൂട്രസിനെയും നമ്മുടെ എംബ്രിയോനെയും എല്ലാം നല്ലൊരു പാമ്പർ ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഒരുപാട് മെഡിസിൻസ് ഇപ്പോഴും ഉണ്ട്, പ്രൊജസ്ട്രോൺ സപ്ലിമെൻറ്റ്സും അതുപോലെ തന്നെ മറ്റ് ഇഞ്ചക്ഷൻസും അല്ലെങ്കിൽ അല്ലാതെ ടാബ്ലറ്റുകളും എല്ലാം ഒരുപോലെ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ ഈ പറഞ്ഞ കുറച്ച് സ്റ്റെപ്പുകളാണ് മെയിനായിട്ടും IVF-ൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരുപാട് വിശദീകരിക്കേണ്ട ഓരോ സ്റ്റെപ്പുകളാണ്. അതൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ നിങ്ങൾ ചിലരെങ്കിലും IVF എന്ന് പറയുമ്പോൾ കുറച്ച് പിന്നോട്ട് വലിയും. കാരണം കുറേ ഇഞ്ചക്ഷൻസ് ഉണ്ട്, മെഡിസിൻ ഉണ്ട്, അല്ലെങ്കിൽ കുറേ പെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും എന്നുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലേ. അന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് നമുക്കൊരു കുഞ്ഞാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തും സഹിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. 1, 2, 5, 10 എല്ലാം IVF ചെയ്ത അമ്മമാരുണ്ട്, ഇപ്പോഴും ഉണ്ട്, നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് പിന്നോട്ട് വലിയേണ്ട കാര്യമില്ല. മാത്രമല്ല നമുക്ക് എത്രയും വേഗം നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻ ഡയഗ്നോസിസ് ചെയ്യുന്നോ, അത് എത്രയും വേഗം IVF ചെയ്യുന്നോ അത്രയും പോസിബിലിറ്റിയാണ് അത് പോസിറ്റീവ് ആവാനുള്ള. കാരണം നമുക്ക് ഏജ് കൂടുന്തോറും അതിന് റിസ്ക്കും കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് എത്രയും വേഗം തന്നെ നമ്മൾ നമ്മുടെ കണ്ടീഷൻ മനസ്സിലാക്കുക, ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് എന്തും സഹനവും എന്തും സഹിക്കാൻ തയ്യാറാകുക, അത്രയേ ഉള്ളൂ. അപ്പം ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. സാധാരണ ചെയ്യുന്ന ഒരു പ്രോസസ്സ് മാത്രമാണ് IVF എന്ന് പറയുന്നത്. ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ ഇനിയിപ്പോൾ പുതിയൊരു വിഷയമായിട്ട് ഇതിൻ്റെ തന്നെ തുടർച്ച എന്ന നിലയ്ക്ക് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.